അപ്പോൾ നമ്മുടെ ഈ കിഴി ഇവിടെ റെഡിയാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. ഇത് കണ്ടോ, നല്ല വാഴയിലയിൽ ഇങ്ങനെ പൊതിഞ്ഞ്. ഹായ്, നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കൊച്ചു മത്തിയായിട്ടാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തിപ്പീരയും കപ്പ കിഴിയുമാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് ഒന്ന് പോയാലോ. ആഡ് ചെയ്യുന്നത് തേങ്ങ ചിരകിയതാണ്. ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളി, കുറച്ച് പച്ചമുളകും കൂടി ഇടുകയാണ്. കുടംപുളിയാണ്, ഞാനൊരു 3 കുടംപുളിയാണ് ഞാൻ ഇടുന്നത്. വെളുത്തുള്ളിയാണ് ഇടുന്നത്. വെളുത്തുള്ളിയുടെ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും കൂടി ഇടുക. കുറച്ച് ഉലുവയാണ് ഇടുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് ഉപ്പും കൂടി ഇടാവേ ആവശ്യത്തിന്. കറിവേപ്പില, കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ, ഞെരട്ടിയിടുക. ഈ പുളിയും ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഈ തേങ്ങയൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സാണ്. ഇനി നമ്മൾ ഈ മിക്സാക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമ്മൾ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി അങ്ങോട്ട് ഇടുകയാണ്. ഈ മത്തി നന്നായിട്ടൊന്ന് ഇതിലേക്ക് മിക്സ് ചെയ്ത് വയ്ക്കാം. കുറച്ച് വെള്ളം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചാറ് ഒരുപാട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുറച്ചുകൂടെ ഒഴിക്കാം. എന്നാലും ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിക്കുന്നുള്ളൂ. നമ്മൾ അടുപ്പിൽ വയ്ക്കുക. ഒരു 20 മിനിറ്റ് അത് മതി നമ്മുടെ ഈ മീനൊന്ന് കുക്കാകാൻ വേണ്ടി. നല്ല സെറ്റായി വരുന്നുണ്ടേ. ഇനി നമുക്ക് കടുകൊന്ന് ഇതിൻ്റെ മുകളിലേക്കൊന്ന് താളിച്ചൊഴിക്കണേ. എടുക്കുന്ന വെളിച്ചെണ്ണയാണ്. കുറച്ച് കടുകും കൂടി ഇടാവേ. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ. കടുകും കറിവേപ്പിലയൊക്കെ ഒന്ന് വഴറ്റി ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ കൊണ്ട് ഒഴിക്കുക. അപ്പോൾ നമ്മുടെ മത്തിപ്പീര ഇവിടെ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു കപ്പ കിഴിയാക്കി മാറ്റാവേ. നമ്മൾ ഈ കപ്പ കിഴി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ടേ. ഇവിടെ അയർലൻഡിൽ വാഴയില കിട്ടാൻ വലിയ പാടായതുകൊണ്ട് നമ്മൾ ഫ്രോസൺ വാഴയിലയാണ് ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ നമ്മൾ 2-3 ഇതായിട്ടിടാവേ. ഇനി നമുക്ക് ഇതിനെ കിഴി കെട്ടാൻ പോവാണ്. അപ്പോൾ കിഴി കെട്ടുമ്പോൾ ഇനി നമുക്കിതിനെ നമ്മുടെ നല്ല മത്തിക്കറി അങ്ങോട്ട് താഴെ ഇങ്ങനെ നിരത്താം. ഇതിനെ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നിരത്തിയിട്ട് ഇനിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. നല്ല പുഴുങ്ങി വെച്ചിരിക്കുന്ന കപ്പയാണ്, നല്ല ചെണ്ടൻ കപ്പ. നമുക്കിതിനെ ഇങ്ങനെ നിരത്താം ഇതിൻ്റെ മുകളിലേക്ക്. ഇതിങ്ങനെ കപ്പ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ നിരത്തുക ഇതിൻ്റെ മുകളിലോട്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കി ഈ മീനും കൂടി ഇങ്ങനെ അങ്ങോട്ട് തട്ടാം. നല്ല പീര ഇങ്ങനെ അങ്ങോട്ട് ഇടാം. നമുക്കൊന്നൊരു കിഴി അങ്ങോട്ട് കെട്ടാവേ. ഇത് നമുക്ക് ഈ ഫോയിൽ പേപ്പർ വെച്ചിട്ട് അങ്ങോട്ടൊന്ന് പൊതിഞ്ഞ് നല്ല സെറ്റാക്കാം. ഇവിടെ കപ്പ മത്തിപ്പീര കിഴി ഇവിടെ നല്ലതായിട്ട് റെഡിയാണ്. കിഴി കെട്ടിയ ആ കപ്പയും മത്തിയും കൂടെ നമ്മുടെ ഈ പാനിലേക്ക് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാവേ. ഇതിനെ ഒന്ന് കുറച്ച് നേരത്തേക്ക് അടച്ചു വെച്ച് ആവിയിലൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ വാഴയിലയുടെയും ആ മത്തിയൊക്കെ ഇതൊട്ടൊന്ന് ഈ കപ്പയായിട്ടൊക്കെ നല്ലതായിട്ടൊന്ന് മിക്സ് ആവേ. ഒന്ന് ആവി കയറിയതിന് ശേഷം നമുക്കൊന്ന് ഇങ്ങനെ എടുക്കാവേ. അപ്പോൾ നമ്മുടെ ഈ കിഴി ഇവിടെ റെഡിയാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. ഇത് കണ്ടോ, നല്ല വാഴയിലയിൽ ഇങ്ങനെ പൊതിഞ്ഞ് നല്ല ഇത് കണ്ടില്ലേ, നല്ല മത്തിപ്പീസ്. ഒരെണ്ണം കൂടെ എടുത്ത് കഴിച്ചു നോക്കിയാലോ. മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഇതത് ഇങ്ങനെ അങ്ങോട്ട് ഈ കപ്പയും ഈ മത്തിയിലൊരു പീസും ഇത് കണ്ടില്ലേ, ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടൊന്ന് കഴിച്ചു നോക്കണം.
ഒരു രക്ഷയില്ല. നിങ്ങളിത് മസ്റ്റ് ട്രൈ ആയിട്ട് വീട്ടിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോമേ അടുത്ത എപ്പിസോഡ് കാണാം. ഗുഡ് ബൈ.